നമ്മളുടെ വീടുകളിലുള്ളത് APL വിഭാഗത്തിലെ നീല അല്ലെങ്കിൽ വെള്ള റേഷൻ കാർഡാണോ എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച മുതൽ നാളെ മുതൽ നമുക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വീഡിയോയിലൂടെ വിശദമാക്കുകയാണ്. അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. ഓണക്കാലമായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഈ മാസം നമ്മൾ റേഷൻ കാർഡുകൾക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇനി ഇത്തരത്തിൽ വലിയൊരു ആനുകൂല്യം ഉൾപ്പെടുന്ന ഒരു റേഷൻ വിതരണം ഈ വർഷം ചിലപ്പോൾ കാണില്ല. കാരണം സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഘോഷം ഉത്സവമായിട്ട് ഓണക്കാലം മാറുമ്പോൾ ഈ ഒരു സമയത്ത് മാത്രമാണ് ഇത്രയധികം ആനുകൂല്യങ്ങൾ ഓരോ റേഷൻ കാർഡിനും അനുവദിക്കുന്നത്. APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡാണ് നമുക്കുള്ളത് എങ്കിൽ നമുക്ക് സാധാരണ ലഭിക്കുന്ന റേഷൻ വിതരണമായിട്ടുള്ള ആളതിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇതുകൂടാതെ റേഷൻ കട വഴി നമുക്ക് 10 കിലോയുടെ സ്പെഷ്യൽ അരിയാണ് APL നീല റേഷൻ കാർഡിന് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഈ സ്പെഷ്യൽ അരി കൂടി ഓണ സമ്മാനമായിട്ട് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും ഓരോ കിലോയും നമുക്ക് ലഭിക്കുക. അങ്ങനെ 10 കിലോ അരി നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് വെള്ള നിറമുള്ള റേഷൻ കാർഡുകൾ എടുക്കാം. ഇവർ നോൺ സബ്സിഡി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ ഓണ സമയത്ത് ഇവർക്ക് വേണ്ടി 15 കിലോയോളം അരിയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ അരിയായിട്ട് 15 കിലോയോളം തന്നെ വാങ്ങാം. റേഷൻ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ 15 കിലോ അരി വാങ്ങാൻ സാധിക്കുന്നത്. 10 രൂപ 90 പൈസ നിരക്കിൽ തന്നെയാണ് അരിയുടെ വിതരണം നടക്കുന്നത്. ഇനി ഇതുകൂടാതെ സപ്ലൈകോ വഴിയാണ് മറ്റ് ആനുകൂല്യങ്ങൾ ഇവർക്ക് വിതരണം ചെയ്യുന്നത്. സപ്ലൈകോയിലും APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ആയിക്കോട്ടെ, വെള്ള റേഷൻ കാർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് റേഷൻ കാർഡ് ആണെങ്കിൽ പോലും നമുക്ക് 10 കിലോയോളം അരി അവിടെ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും. അത് മാസത്തിൽ 2 ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുന്നത്. അതായത് 15 ദിവസം, ആദ്യത്തെ 15 ദിവസത്തിൽ 4 കിലോ അരി വാങ്ങാം. അതിനുശേഷമാണ് ബാക്കി അടുത്ത 4 കിലോ അരി. അത് നമുക്ക് ജയ അരി വേണമെങ്കിൽ ജയ അരി, അല്ലെങ്കിൽ കുറുവ, അല്ലെങ്കിൽ കുത്തരി, ഇങ്ങനെയുള്ള ഏതരി വേണമെങ്കിലും വാങ്ങാൻ സാധിക്കുന്നതാണ്. അങ്ങനെ 8 കിലോയോളം ഒരു മാസം. അതിനുശേഷം ബാക്കി ശേഷിക്കുന്ന 2 കിലോ പച്ചരിയാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് മൊത്തം 10 കിലോയോളം നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത് സപ്ലൈകോ വഴി. ഇനി സപ്ലൈകോയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ തന്നെ റേഷൻ കാർഡ് ഹാജരാക്കി സബ്സിഡി പ്രൊഡക്റ്റുകളെല്ലാം വാങ്ങുക. അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണയുടെ വിതരണവും ആരംഭിക്കുകയാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച മുതലാണ് കാർഡിൻ്റെ വെളിച്ചെണ്ണ വിതരണം ആരംഭിക്കുന്നത്. പക്ഷേ എല്ലാ മേഖലയിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് ആദ്യം ഒന്ന് വിളിച്ച് അന്വേഷിക്കുക. അതിനുശേഷം ഇതെല്ലാം വാങ്ങാൻ വേണ്ടി പോയാൽ മതിയാകും. ചില പ്രദേശങ്ങളിലേക്ക് സ്റ്റോക്ക് എത്തുന്നതിലൊക്കെ താമസം നേരിടുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഈ അറിയിപ്പ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ 349 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത്. കേര ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണയായിരിക്കും വിതരണം ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ ഈ വെളിച്ചെണ്ണ ലഭിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് 1 ലിറ്ററാണ് ലഭിക്കുന്നത്. 2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഓണക്കാലത്ത് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതിൽ ബാക്കിയുള്ള 1 ലിറ്റർ ലഭിക്കുന്നത് അടുത്ത മാസം ആദ്യ ആഴ്ചയിലായിരിക്കും. അതായത് ഉത്രാടം വരെയുള്ള ദിവസത്തിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. 349 രൂപ കൊടുത്താൽ മതി. ഇനി നോൺ സബ്സിഡി വെളിച്ചെണ്ണ നമുക്ക് ലഭ്യമാണ്. അതിന് പക്ഷേ 420 രൂപ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് തുക എത്തുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. സപ്ലൈകോ വഴി ഇനി നമുക്ക് ലഭിക്കുന്നത് കിറ്റുകളാണ്. അതായത് റേഷൻ കാർഡിന് ആവശ്യമാണ് എങ്കിൽ കിറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. സപ്ലൈകോ വഴി ലഭിക്കുന്ന സമൃദ്ധി എന്ന പേരിട്ടിരിക്കുന്ന കിറ്റ്, സമൃദ്ധി കിറ്റ്, മിനി സമൃദ്ധി കിറ്റ്, അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ കിറ്റ്, എന്നിങ്ങനെ 3 രീതിയിലാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. സമൃദ്ധി കിറ്റിന് 1000 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. പക്ഷേ 1300 രൂപ അടുത്തുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കും. ഇനി മിനി സമൃദ്ധി കിറ്റ് മതിയെങ്കിൽ 500 രൂപ കൊടുത്താൽ മതി. ഏകദേശം 600 രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി സിഗ്നേച്ചർ കിറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ കിറ്റ് കൂടിയുണ്ട്. അതിന് നമുക്ക് ഏകദേശം 229 രൂപ മുടക്കിയാൽ മതി. 300 രൂപയുടെ മുകളിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും ആ കിറ്റിൽ ലഭിക്കുക. ഇനി അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കൂപ്പണുകൾ ലഭിക്കും. 500 രൂപയുടെയും 1000 രൂപയുടെയും കൂപ്പണുകൾ ലഭ്യമാണ്. ഇത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഓണം സമ്മാനമായിട്ട് കൈമാറാം. അവർ പിന്നീട് ആ കൂപ്പണുമായിട്ട് എത്തിച്ചേർന്ന് റേഷൻ വാങ്ങിയാൽ മതിയാകും. അതായത് സപ്ലൈകോ വഴി അവർക്ക് ആവശ്യമുള്ള കിറ്റാണെങ്കിൽ കിറ്റ്, അല്ലെങ്കിൽ മറ്റ് ഉൽപ്പന്നങ്ങളാണെങ്കിൽ അത് വാങ്ങിയാൽ മതിയാകും. ആ രീതിയിലാണ് APL നീല വെള്ള കാർഡുകളുടെ ആനുകൂല്യ വിതരണം ഈ മാസം നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.